കോട്ടയം കണമലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ മറിഞ്ഞ് അപകടമുണ്ടായെന്ന വാർത്തയാണ് വരുന്നത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും സാരമായി പരിക്കേറ്റിട്ടില്ല. 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അഖിൽ ചേരുന്ന വിശദാംശങ്ങളുമായി. അഖിൽ, ഇപ്പോൾ വാഹനം ഇങ്ങനെ അപകടകരമായ രീതിയിൽ മറിഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിയന്ത്രണം വിട്ടതാണോ? എന്താണ് സംഭവിച്ചത്? ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസമാകുന്നു, അല്ലേ? തീർച്ചയായും വിനീത, അത് തന്നെയാണ്. ആ വാഹനം കടക്കുന്നത് കാണുമ്പോൾ ആർക്കും പരിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോഴും അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇവർ ദർശനം കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന വാഹനമായിരുന്നു. അതായത് ഈ കയറ്റം കയറി, കണമലയിലുള്ള കയറ്റം കയറുന്നതിന് തൊട്ട് മുൻപായിട്ടാണ്, ഈ കയറ്റം കയറുമ്പോഴാണ് ഈ വാഹനം മറിയുന്നത്. ഇത് മറിഞ്ഞിരിക്കുന്നത് എതിർ ദിശയിലാണ്. അതായത് വാഹനം സഞ്ചരിക്കുന്നതിന്റെ എതിർ ദിശയിലാണ് ഈ വാഹനം മറിയുകയും ചെയ്തിരിക്കുന്നത്. വേഗത ഉണ്ടായിരുന്നു, ഈ വാഹനത്തിന് ഇത്തിരി വേഗത ഉണ്ടായിരുന്നു എന്നാണ്. നിയന്ത്രണം നഷ്ടമായി. അവിടെയുള്ള ആ ഒരു മതിലുണ്ട്, അതിൽ ഇടിച്ച ശേഷമാണ് ഈ കടയ്ക്കും ഈ മതിലിനും റോഡിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഇത്തരത്തിലൊരു വശത്തായി മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 5 പേരാണ്, 5 തീർത്ഥാടകരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പക്ഷെ ആർക്കും സാരമായ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ്. ചെറിയ പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ആശ്വാസകരമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ബസ് മറിയുകയും 6 പേർക്ക് ചെറിയ പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത ആ ഒരു അപകടം നടന്ന അതേ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, മറുവശത്താണ് ഇപ്പോൾ ഈ കാറ് മറിഞ്ഞിരിക്കുന്നത്. ഈ കാറ് പക്ഷേ ഈ കയറ്റം കയറി പോകുന്ന വാഹനം മറിഞ്ഞു എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേഗത ഉണ്ടായിരുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അല്ലാതെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും എതിർ ദിശയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ വശത്ത് മറ്റാളുകൾ ഉണ്ടാവുകയില്ലെങ്കിൽ കട തുറന്ന് ഇരിക്കുകയും ചെയ്യാത്തതുകൊണ്ട് മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളതാണ്. ഇതൊരു സ്ഥിരം അപകട മേഖലയൊക്കെ തന്നെയാണ് ഈ കണമല എന്ന് പറഞ്ഞത്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചാൽ, സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ തൊട്ട് ഇത്തരത്തിൽ അപകട വാർത്തകൾ കേൾക്കുന്നതാണ്. കൂടുതലും ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഈ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെടുന്നത്. കാരണം അവർക്ക് ആ വഴിയെക്കുറിച്ച് അത്ര ബോധ്യമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ആർക്കും ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ കാര്യമായ പരിക്കുകൾ ഏൽക്കാത്തത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് വിനീത. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്.